തളിപ്പറമ്പ് നഗരസഭയുടെ പാളയാടുള്ള മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ആധുനികവൽക്കരണത്തിനുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിന് മുന്നോടിയായി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രതിനിധികൾ സന്ദർശനം നടത്തി. 5 ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള ശേഷിയുള്ള പ്ലാന്റിനെ 10 ലക്ഷം ശുദ്ധീകരണ ശേഷിയുള്ള പ്ലാന്റാക്കി ഉയർത്തുകയാണ് ലക്ഷ്യം. 13 വർഷം മുൻപാണ് തളിപ്പറമ്പ് നഗരസഭ പാളയാട് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ചത്. നഗരസഭയിൽ നിന്നുള്ള മലിനജലം പാളയാട് തോട്ടിലൂടെ ഒഴുകിയെത്തുന്നത് കീഴാറ്റൂരിലും കൂവോട് കുറ്റിക്കോൾ പുഴയിലുമാണ്. ഇതേ തുടർന്ന് തോടിന്റെ ഇരുവശത്തുമുള്ളവർ ഏറെ ദുരിതത്തിലായിരുന്നു. പ്ലാന്റ് സ്ഥാപിച്ചതോടെ വലിയ തോതിൽ മാലിന്യം കുറയ്ക്കാൻ സാധിച്ചു. നവീകരണ ഫണ്ട് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റേറ്റിംഗ് പരിശോധന ചൊവ്വാഴ്ച പ്ലാന്റിൽ നടന്നു. ദിനംപ്രതി 5 ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള ശേഷിയാണ് നിലവിൽ പ്ലാന്റിനുള്ളത്. ഇത് 10 ലക്ഷമായി ഉയർത്തുവാനും ഏതുതരം മലിനജലവും ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന തരത്തിൽ പ്ലാന്റ് കാലോചിതമായി നവീകരിക്കാനുമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി നഗരസഞ്ചയിക പദ്ധതിയിൽ 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്നും 37 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ച് 11 സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായും പറഞ്ഞു. നഗരസഭയിലെ മലിനജലം പൂർണ്ണമായും ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇതിനോടനുബന്ധിച്ച് തന്നെ 5 ലക്ഷത്തിന് ഒരു കപ്പാസിറ്റി വർദ്ധനവിന് ടാങ്ക് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ അവസാന നടപടിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. സ്ഥലം ഏറ്റെടുത്ത ഉടൻ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. 2013 തുടങ്ങിയ പ്ലാന്റ് കാലോചിതമായി നവീകരിക്കുന്നതോടെ മലിനജലവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരമാകുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ.പി. സുബൈർ വ്യക്തമാക്കി. ജൽ ഹേ അമൃത് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു റേറ്റിംഗ് പരിശോധനയാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയിൽ വളരെ നല്ല രീതിയിൽ 2013 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ അപ്ഗ്രേഡേഷൻ്റെ പ്രോജക്റ്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഈ ഒരു പരിശോധന, ഈ പദ്ധതികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ സഹായമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.